കൃത്യസമയത്ത് ദൈവദൂതനെ പോലെ അയാൾ അവിടേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കേൾക്കേണ്ടിയിരുന്നത് വലിയ ഒരു ദുരന്തത്തിന്റെ വാർത്തയാകുമായിരുന്നു. ആളുകളെയെല്ലാം മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് കോതകുറിശി 5-ാം മൈലിൽ നടന്നത്. മഴക്കാലം എത്തിത്തുടങ്ങിയതോടെ ഇത്തരം അപകടങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരികയായിരുന്നു 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നെഹിയാനും സഹോദരനായ 1-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫാനും. കുട്ടികൾ നടന്നു പോകുന്നതിനിടയിലാണ് സമീപത്തെ ആൾതാമസമില്ലാത്ത വീടിനടുത്തായി റോഡിലേക്ക് വീണുകിടക്കുന്ന നിലയിൽ ഒരു കമ്പി കാണുന്നത്. എന്നാൽ ഇത് കണ്ട 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫാൻ ഓടിച്ചെന്ന് ആ കമ്പിയിൽ പിടിച്ച് അത് മാറ്റിയിടാനായി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടെ ആ കുഞ്ഞിനെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. അനുജൻ ഷോക്കേറ്റു പിടയുന്നത് കണ്ട് രക്ഷിക്കാനായി ശ്രമിച്ച ജ്യേഷ്ഠനും ഷോക്കേറ്റു. ഷോക്കേറ്റ് റോഡിലേക്ക് വീണ ഇരുവരും പിടഞ്ഞതോടെ ഇത് കണ്ടുനിന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി. എന്നാൽ ഇതേ സമയമാണ് അവിടേക്ക് കോതകുറിശി സെക്ഷനിലെ ലൈൻമാനായ ഫാരിസ് ഖാൻ ദൈവദൂതനെ പോലെ എത്തുന്നത്. സമീപത്തെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാനായി എത്തിയതായിരുന്നു ഇദ്ദേഹം. തകരാർ പരിശോധിക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റ് പിടയുന്ന ആ കുട്ടികളുടെ കരച്ചിൽ ഇദ്ദേഹം കേൾക്കുന്നത്. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിലേക്കായാണ് കുട്ടികൾ കയ്യിൽ കമ്പിയുമായി ഷോക്കേറ്റ് കിടന്നിരുന്നത്. ഇത് കണ്ട ഉടൻ തന്നെ ഫാരിസ് ഖാൻ അവിടേക്ക് ഓടിയെത്തുകയും കയ്യിലുണ്ടായിരുന്ന കട്ടിംഗ് ബ്ലെയർ ഉപയോഗിച്ച് കമ്പി വേർപെടുത്താനായി ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ അതൊരു ബലമുള്ള കമ്പിയായതിനാൽ ആദ്യം വഴുതിപ്പോയി. ഇതിനിടെ ഫാരിസ് ഖാനും ഷോക്കേറ്റു. എന്നാൽ ഒട്ടും സമയം കളയാതെ ഇദ്ദേഹം വീണ്ടും ഇതേ കട്ടിംഗ് ബ്ലെയർ കൊണ്ട് തന്നെ പരിശ്രമം ആരംഭിച്ചു. തുടർന്ന് അദ്ദേഹം ആ കമ്പി പിടിച്ച് ഒടിക്കുകയായിരുന്നു. ഇതോടെ 8 മീറ്ററോളം നീളമുള്ള ആ കമ്പി കുട്ടികളുടെ കയ്യിൽ നിന്നും ഊരിപ്പോരുകയും ചെയ്തു. ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുന്ന കമ്പിയാണ് പൊട്ടിക്കിടന്നിരുന്നത്. ഇതിലൂടെയാണ് വൈദ്യുതി പ്രവഹിച്ചിരുന്നതും. കമ്പി വലിക്കുന്നതിനിടെ കുട്ടിയുടെ കയ്യിൽ ചെറിയ മുറിവേറ്റിരുന്നു. ഉടൻ തന്നെ ഓടിക്കൂടിയ ആളുകൾ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. കോതകുറിശി പേങ്ങാട്ടിരി അലിയുടെയും സുഹൈലയുടെയും മക്കളാണ് ഇവർ. ആലത്തൂർ ഇരട്ടക്കുളം കുറുവട്ട വീട്ടിൽ ഫാരിസ് ഖാൻ 5 വർഷമായി കോതകുറിശി സെക്ഷനിലെ ലൈൻമാനാണ്. 9ഉം 5ഉം വയസ്സും പ്രായമുള്ള 2 ആൺകുട്ടികളുടെ പിതാവ് കൂടിയാണ് ഇദ്ദേഹം. തന്റെ മക്കളുടെ പ്രായമുള്ള 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നാണ് സംഭവശേഷം ഫാരിസ് പറഞ്ഞത്. എന്തായാലും ഇദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്നുതന്നെയാണ്. സമയോചിതമായ ഇടപെടലിലൂടെ ഇദ്ദേഹം രക്ഷിച്ചെടുത്തത് 2 കുരുന്നുകളുടെ ജീവനാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.